ഞാൻ ശരിക്കും പറഞ്ഞ ഈ സിനിമയെക്കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. കാരണം ഒരു മയക്കുമരുന്നിനെതിരെയുള്ളൊരു സിനിമ അങ്ങനെ ഒരു കണ്ടൻ്റാണ് എനിക്ക് കയ്യിലോട്ട് കിട്ടിയത്. ഒരു ഐഡിയയും ഇല്ലാതെ ഇങ്ങോട്ട് കയറിയപ്പോൾ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു വീടുകളിൽ നടക്കുന്ന ഇൻസിഡൻറ്റ് ശരിക്കും നോർമലി നമ്മളുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന ഒരു നാച്ചുറൽ ഡെത്തൊക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുത്ത് മാത്രമല്ലേ സംഭവിക്കുന്നുള്ളൂ. അതല്ല, യഥാർത്ഥത്തിൽ ആ ഒരു മദ്യപാനിയായ ഒരു അച്ഛൻ മരിക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം പൊടിഞ്ഞു പോയി. കാരണം ഒരു മയക്കുമരുന്ന് അയാൾക്ക് ഉള്ളിൽ അച്ഛൻ എന്നൊരു ബോധം തീർച്ചയായിട്ടും ഉള്ളൊരു മനുഷ്യനാണ്. പക്ഷേ അയാളുടെ ഉള്ളിൽ ആ മയക്കുമരുന്ന് വന്നപ്പോഴാണ് ആ കുഞ്ഞിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഇടപെടിയിലുണ്ടാകുന്നത്. അതൊക്കെ നമ്മളുടെ ഹൃദയത്തിലോട്ട് കയറുന്ന ഒരു സിനിമ തന്നെയാണ്. വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിർമ്മിച്ചൊരു വലിയ ചിത്രം എന്ന് തന്നെ ഇതിനെ പറയാൻ സാധിക്കും. വലിയൊരു സന്തോഷമാണ് എനിക്ക് ഈ ചിത്രം കണ്ടിറങ്ങിയപ്പോൾ തോന്നിയത്. എനിക്ക് പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ എന്നല്ല, പത്തനംതിട്ടയിലെ ഞാനൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. മലയാളപ്പുഴ അമ്മ എന്നുള്ളൊരു വിളി ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്കൊരു രോമാഞ്ചം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ നല്ല എല്ലായിടത്തെയും നമ്മളുടെ മുഴുവൻ സ്ഥലങ്ങളിലെയും കൗമാരക്കാരായ എല്ലാ അമ്മമാരും അച്ഛന്മാരും അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ, അതായത് ഒരു കുടുംബമായിട്ട് തന്നെ ഈ ചിത്രം കാണാൻ സാധിക്കും. ഇതിനകത്തൊരു അൺപാർലമെൻ്ററി വേർഡ് പോലും ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ഈ സിനിമ കാണുക, സിനിമയെ വിജയിപ്പിക്കുക.